ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിളിൻ്റെ പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അടിപൊളി പായസമാണിത്. ഇതൊരു വെറൈറ്റി പായസം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. എന്നാൽ നമുക്ക് കാണാം. ഓക്കെ. പൈനാപ്പിൾ പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. പൈനാപ്പിൾ വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം വേണം. അത് പഴുത്തതാണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെ ആവശ്യത്തിന് ഷുഗർ, പിന്നെ വലിയ കണ്ണുള്ള സാബുനരി അത് പ്രത്യേകം വേണം. പിന്നെ 4 കവർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് വാട്ടറിലാണ് ഈ സാബുനരി വേവിക്കേണ്ടത് ആദ്യം. അപ്പോൾ 1 കവർ പാലിന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെയുള്ള 2 പിടി സാബുനരി വേണം കേട്ടോ. ഞാനിവിടെ 4 കവർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള സാബുനരി ഇടുകയാണ്. അപ്പോൾ സാബുനരി അങ്ങനെ ഈ വെറും വാട്ടറിൽ ഇങ്ങനെ വേവിക്കണം ആദ്യം. പിന്നെ ഒരു കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്തിൽ അതിൽ ബ്ലാക്ക് ഉണ്ടാവില്ലേ, അത് കംപ്ലീറ്റ് എടുത്ത് കളയണം കേട്ടോ. എന്നിട്ട് വളരെ ചെറുതാക്കി മുറിക്കണം പൈനാപ്പിൾ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് സാബുനരി. ഇനി നമുക്ക് കൈതച്ചക്കൻ്റെ, ഇനി നമുക്ക് പൈനാപ്പിൾ ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ ബ്ലാക്ക് ഒന്നും പാടില്ല, അതൊക്കെ കട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് പൈനാപ്പിൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലാക്കൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണേ. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ വേവിച്ച് വെച്ച ഈ സാബുനരി ഉണ്ടല്ലോ, അതിലുള്ള വാട്ടറൊക്കെ ഒഴിവാക്കണം കേട്ടോ. എന്നിട്ട് സാബുനരി മാത്രം ആക്കണം. അപ്പോൾ നേരത്തെ വേവിച്ച സാബുനരി ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളമെല്ലാം പോക്കിയിട്ട് വെച്ചതാണ് കേട്ടോ ഇത്. ഞാൻ 4 കവർ പാലെടുത്തിരുന്നല്ലോ, അത് ഞാനിത് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഈ പാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ ഈ പാലിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യണേ. ഇതിങ്ങനെ നന്നായിട്ട് കുറുകി വരണം കേട്ടോ. ഇങ്ങനെ ഇളക്കിയും കൊണ്ട് വെക്കണം. അപ്പോൾ നേരത്തെ വെള്ളം ഒഴിവാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സാബുനരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യണേ. അതെന്താണെന്ന് വെച്ചാൽ, പാലിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു കൊഴുപ്പ് വരും പാലിൻ്റെ കൂടെ വേവിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ ആദ്യം വേവിച്ച് വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് വെച്ചാൽ ഇത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൈ വെക്കാതെ ഇങ്ങനെ ഇളക്കണേ, അടിയിൽ പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഇളക്കാൻ വേണ്ടി പറയുന്നത്. ഇത് നല്ലോണം കുറുകണം, പാലിങ്ങനെ വറ്റി വരും. ഏകദേശം നല്ലോണം കുറുകി കഴിയുമ്പോഴാണ് കേട്ടോ സാബുനരി ഇടണ്ട്. കാരണം എന്താ വെച്ചാൽ സാബുനരിയിൽ ഈ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇതിലിട്ടിട്ടുള്ള പഞ്ചസാര ഇല്ലല്ലോ. പാല് ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ, പാല് നല്ലോണം കുറച്ച് കുറുകിയിട്ടാണ് സാബുനരി ഇടേണ്ടത്. ഈ വേവിച്ച് വെച്ചിട്ടുള്ള സാബുനരി ഇല്ലേ മാറ്റി വെച്ച്, അത് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണോ അത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഷുഗറൊക്കെ നേരത്തെ ഇട്ട ഷുഗറില്ലേ, അത് അതിനോട് കൂടിയിട്ട് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ കൈവെക്കാതെ നല്ലോണം ഇളക്കണം, അടി പിടിക്കാതെ. അപ്പോൾ നല്ലോണം കുറുകി വരും. അത് കഴിഞ്ഞതിന് ശേഷം അതോ മാറ്റി വെക്കണം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ പായസം. ഇനി കൈതച്ചക്ക വേവിക്കാൻ വെക്കേ.
അപ്പം സാബൂനരി പാലിൽ വേവിച്ചത് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈതച്ചക്ക വേവിക്കാൻ തുടങ്ങാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ സാബൂനരിയും പാലും കൂടി പഞ്ചസാര ഇട്ട് വേവിച്ചത് കുറുക്കിയെടുത്തത് ഒന്ന് നല്ലോണം വെയിറ്റ് ചെയ്യണം തണുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വറ്റി പോകരുത് കേട്ടോ. ഒന്ന് കുറുകി ആ ഒരു ലെവലിൽ എടുക്കണം. നന്നായിട്ട് കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ കട്ടിയായിപ്പോവും. പിന്നെ ഈ പൈനാപ്പിൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാട കെട്ടും കേട്ടോ. തണുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അതിനാവശ്യമുള്ള ഷുഗറും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സിമ്മിലാണ് കേട്ടോ ഇളക്കേണ്ടത്. അത് ഈ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിച്ചു പോകും. പിന്നെ അത് കയ്പ്പ് വരും, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സിമ്മിലിങ്ങനെ ഇളക്കി വേവിക്കണം. ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ. അതുകൊണ്ട് ഇതിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പൈനാപ്പിളിൽ നിന്ന് വെള്ളം വന്നിട്ട് അത് നന്നായിട്ട് വേവും. നമ്മളെ ക്യൂട്ടി ഫ്രൂട്ടി ഇല്ലേ, അതുപോലെ ഉണ്ടാവും കേട്ടോ. ഇത് ലാസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഇതിൽ വെള്ളം വാട്ടറൊന്നും ആഡ് ചെയ്തില്ല. പക്ഷെ ഇതിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ടോ. പിന്നെ ഈ ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ പുളിപ്പ് പോകുന്ന വരെയുള്ള ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. അത് നിങ്ങളതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെക്കാതെ ഇങ്ങനെ ഇളക്കണേ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കിയും കൊണ്ട് നിൽക്കുക. സിമ്മിലാണ് കേട്ടോ ഇടേണ്ടത്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവുക. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഫുള്ള് നന്നായിട്ട് ആയിട്ടുണ്ട് വെന്തിട്ട്. അപ്പോൾ ഇതും തണുക്കാൻ വെക്കുക. നന്നായിട്ട് തണുക്കണം കേട്ടോ. ഈ പൈനാപ്പിളും നന്നായിട്ട് തണുക്കണം. അതേപോലെ സാബൂനരി പാലിൽ വേവിച്ച് വെച്ചില്ലേ, അതും നന്നായിട്ട് തണുക്കണം. ഇത് രണ്ടും നന്നായിട്ട് തണുത്തതിന് ശേഷം രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് തണുക്കാൻ വെക്കുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ തുടരെ ഇളക്കി കൊടുക്കണം. അതെന്താ വെച്ചാൽ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് തണുക്കുന്ന വരെ ഇളക്കി ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ ആഡ് ചെയ്യുന്ന വരെ, സാബൂനരിയും പാലിൽ ആഡ് ചെയ്യുന്ന വരെ നന്നായിട്ട് തണുക്കുന്ന വരെ ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം. അപ്പം ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വേവിച്ച് വെച്ച പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യുക. അപ്പോൾ അടിപൊളി ഒരു പായസമാണ് ഇത്. നല്ല ടേസ്റ്റാണ്. ഷുവറായിട്ട് എല്ലാവരും ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു, ബൈ.